ഇത് കൊള്ളാലോ. 2 പെട്ടി ഓർഡർ ചെയ്യണം. അച്ഛമ്മ എന്താടി? ഇതെന്തോന്ന് അച്ഛമ്മയുടെ മുഖത്തൊക്കെ? എന്റെ മുഖത്തൊന്നുമില്ല. ഭയങ്കര ഗ്ലോ ഉണ്ടല്ലോ. ആ അതെ, എന്റെ മുഖമേ ഓയിലി സ്കിന്നാ, അതുകൊണ്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കും. വെള്ള പൂശതുപോലെ ഉണ്ടല്ലോ. വെള്ള പൂശൊന്നുമല്ല, എന്റെ മുഖം ഇങ്ങനെയാ. ഓ കൊള്ളാം. നീ എന്തിനാ ഇങ്ങോട്ട് വന്ന്? ആ അച്ഛമ്മ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ട് വന്നതാ. എന്ത് കാര്യം? ഈ സരിതപ്പച്ചിയില്ലേ, സരിതപ്പച്ചിക്ക് അച്ഛമ്മ ഇനി സ്വത്തൊക്കെ കൊടുക്കൂ? കൊടുത്താ എന്താ? അത് കൊടുക്കുന്നതിന് പ്രശ്നമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. നിന്റെ അമ്മ പറഞ്ഞു വിട്ടതായിരിക്കും. അല്ല, ഞാൻ സ്വയമേ വന്ന് ചോദിച്ചതാ, എനിക്ക് തോന്നിയിട്ടൊന്ന് ചോദിച്ചതാ. നീ ഇനി ഉരുണ്ട് കളിക്കാനൊന്നും പോണ്ട. ഞാൻ എന്റെ സ്വത്ത് എന്റെ മകൾക്ക് സരിതയ്ക്ക് കൊടുത്തെന്നിരിക്കും. അച്ഛമ്മ കൊടുത്തോ? പക്ഷെ ഈ സ്വത്തിന്റെ നേരെ പകുതിയാണോ അതോ പകുതിയുടെ പകുതിയാണോ കൊടുക്കുന്നത്? എന്റെ ഇഷ്ടത്തിന് ഞാൻ കൊടുത്തോളാം കേട്ടോ. ഓ, നീ നിന്റെ ജോലി നോക്കി പോവച്ചാ. ഓ, കൊച്ചിനെ പറഞ്ഞു വിട്ട് എനിക്ക് മനസ്സിലാവില്ലെന്നാ ഓക്കടെ വിചാരം. അല്ല അച്ഛമ്മ, ഈ സരിതപ്പച്ചയ്ക്ക് സ്വത്തിന്റെ ആവശ്യമുണ്ടോ? അച്ഛമ്മേനെ അമ്മയല്ലേ നോക്കുന്നത്? അവൾ എന്നെ നോക്കുന്നോണ്ട് ഞാൻ അവൾക്ക് സരിതയ്ക്കൊന്നും കൊടുക്കണ്ടെന്നോ? അല്ല, ഒന്നും കൊടുക്കണ്ടെന്നല്ല, ഇനി കാര്യമായിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇവിടെ എനിക്ക് ഇഷ്ടമുള്ളത് കൊടുക്കും. നീ എന്തിനാ ചോദിക്കാൻ വരുന്നത്? അച്ഛമ്മ കൊടുത്തോ? ഞാൻ ചോദിച്ചതാ, ഞാൻ ഒന്നും കൂടി ചോദിച്ചതാ. അങ്ങനെ ചോദിക്കണ്ട. എനിക്ക് ആർക്കൊക്കെ കൊടുക്കണമെന്ന് തോന്നുമ്പോ അതൊക്കെ ഞാൻ കൊടുത്തിരിക്കും. അച്ഛമ്മ കൊടുത്തോ? ആ കൊടുക്കും. ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. പോയി ഇന്ന സാധനം നോക്കി ഞാൻ എന്തെടുക്കുന്നു അറിയാൻ വേണ്ടി നോക്കി വരുക. സരിതയ്ക്ക് കൊടുക്കും. ഇവളുമാരെന്നെ ചെയ്യുമെന്ന് അറിയണമല്ലോ. ഒരു കട്ടൻ ചായ വേണം. പഞ്ചസാരയുണ്ട്, ചായപ്പൊടിയുണ്ട്, വേണം കിട്ടു കുടിക്കാം. അതെന്താ നിനക്ക് ഇട്ട് തന്നാല്? ആ മോഹിനി അവിടെ വെറുതെ ഇരിക്കാൻ തോന്നുന്നു, ഡിവോഴ്സ് ആയിട്ട്. നമുക്ക് അവളെ വിളിച്ചാലോ കട്ടൻ ചായ ഉണ്ടാക്കാൻ? നീയല്ലേ എന്റെ ഭാര്യ, പിന്നെ ഞാൻ മോഹിനി എടുത്ത് കട്ടൻ ചായ ഉണ്ടാക്കി തരാൻ പറഞ്ഞ കാര്യം എന്തുവാ? ആ ബോധം നിങ്ങൾക്ക് ഉണ്ടല്ലോ. എന്തേ ആ ബോധം വേണ്ടേ? അല്ല, അതുണ്ടായിട്ടാണോ നിങ്ങൾ തോന്നിയാസം കാണിച്ചു വെച്ചത്? ഞാൻ എന്ത് തോന്നിയ ദിവസം അടി കാണിച്ചത്? അതുപോലെ സുപ്രീം കോടതി ശിക്ഷിച്ച് വല്ല ജയിലിലും പോകേണ്ട തെറ്റുവല്ലോ ചെയ്തോ ഞാൻ? ഇതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ദൈവത്തിന്റെ കോടതിയിൽ നിന്ന് കിട്ടും. ഇനി ഒരു മാന്യതയോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകൊച്ചിനെ കുറിച്ച് ഇല്ലവല്ലായ്മ പറയുന്നതിനെ നിനക്കാ ദൈവം ശിക്ഷ തരാൻ പോകും. മാന്യമായി ജീവിക്കുന്ന ആൾ ഭർത്താവിനെ ഒഴിവാക്കിയിട്ട് ഒറ്റക്ക് നിൽക്കുമല്ലോ. ഈ കുരിപ്പ് വന്നോണ്ട് ഞാൻ നിർത്തുക, ഇല്ലെങ്കിൽ ഇതിന് ഉത്തരം ഞാൻ തന്നേനെ. എന്താടാ എന്തോ നിങ്ങൾ മാറി നിന്നേ. അപ്പൊ അച്ഛൻ എന്റെ അടുത്ത് സ്നേഹമില്ല. ആ മോഹിനിന്റെ മകനായിരുന്നെങ്കിൽ നിന്റെ അച്ഛനുണ്ടല്ലോ മോനെ, എടുക്ക മാത്രല്ല തലയിൽ വെച്ച് നടന്നേനെ. ആ മോഹിനിന്റെ മകനായിരുന്നെങ്കിൽ ഞാൻ തലയിലല്ലേ എടുത്ത് തലകുത്തി നിർത്തിയേനെ ഞാൻ. ഇനി എന്ത് ചെയ്യാനാച്ചാ? ഇതിന്റെ വയറ്റില് ജനിച്ചു പോയില്ലേ, എന്റെ വിധി. പ്രായത്തിനൊത്ത വർത്താനം പറയുന്നത്. കൊച്ചിനെ മാറിക്കേ, ഇവിടെ കയറിയിടാ. നിന്റെ ഇതെന്തുവാടാ, ഉപ്പുയാക്കാണോടാ? എന്തൊരു വെയിറ്റ് ആടാ. മതി. നടുവൊഴിഞ്ഞടാ, പോയി തീറ്റി കുറയ്ക്ക് കേട്ടാ. ചേച്ചി, ആ പശുക്കുട്ടിനെ കാണാൻ എന്ത് രസമായിരുന്നല്ലേ? അതിന്റെ തുള്ളിക്കളിയൊക്കെ ഭയങ്കര രസം. മതി, കിടുങ്ങാമണി ഉണ്ടല്ലോ കഴുത്തില്ലേ. പിന്നെ ചേച്ചി, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ചേച്ചിയുടെ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. നീ ചോദിച്ച കാര്യം ഞാൻ നിന്റെ അടുത്ത് അങ്ങോട്ട് ചോദിക്കാം. അപ്പച്ചിക്ക് സ്വത്ത് കൊടുക്കുന്നതിൽ നിനക്ക് എന്താ അഭിപ്രായം? എനിക്ക് നല്ല അഭിപ്രായം, ഉള്ളത് പറയാലോ. നീ എന്താ മണ്ടിയാണോ? ഞാനല്ല മണ്ടി, ചേച്ചിയാ മണ്ടി. എടി, അച്ഛന്റെ സ്വത്ത് അപ്പച്ചിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പകുതി സ്വത്ത് അപ്പച്ചിക്ക് പോയില്ലേ? നീ എന്താ മണ്ടിയാണോ? എന്റെ ചേച്ചിയുടെ കണക്ക് കൂട്ടൽ മൊത്തം തെറ്റി. എന്റെ കണക്കൂട്ടലല്ല, നിന്റെ കണക്കൂട്ടലല്ല തെറ്റി. ചേച്ചി, ഞാൻ പറയട്ടെ, അപ്പച്ചി അച്ഛമ്മയുടെ ആരാ? നീ പോയേ. ഞാൻ പറയണ കേക്ക്. അപ്പച്ചി അച്ഛമ്മയുടെ മോള്, അതുപോലെ തന്നെ നമ്മള് അച്ഛന്റെ പെമ്മക്കള്. അപ്പൊ അപ്പച്ചിക്ക് സ്വത്ത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കിട്ടൂ? നീ എന്തൊക്കെയാ പറയണേ? അപ്പച്ചി അച്ഛമ്മയുടെ മോള്, അച്ഛന്റെ മക്കള് നമ്മള്. പിന്നെ എന്താ നീ ഉദ്ദേശിച്ചേ? ചേച്ചി, അപ്പച്ചിക്ക്
സ്വത്ത് കിട്ടിയില്ലെങ്കിൽ പെമ്മക്കളായ നമുക്ക് സ്വത്ത് കിട്ടത്തില്ല. അത് ശരിയാണല്ലോ. പക്ഷെ അച്ഛൻ നമുക്ക് സ്വത്ത് തന്നാലോ? എന്റെ പൊന്ന് ചേച്ചി, അച്ഛൻ തരുമോന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? നമുക്ക് ചോദിക്കാം. ഞാൻ ചോദിക്കും, എനിക്കാരും പേടിയില്ല. വരുന്നെങ്കി വാ.